സംഗീസ് ഈസി ഫുഡ്സിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സുഖമായിരിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കിന്ന് മയണൈസ് എങ്ങനെ ഉണ്ടാക്കാം, വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു അടിപൊളി മയണൈസ് ഇന്ന് ഉണ്ടാക്കാം. അതിന് സിമ്പിൾ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അത് ചെയ്യാം. നമുക്ക് ഒരു എഗ്ഗും ഒരു ഗാർലിക്കും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മണമുള്ള ഒരെണ്ണയും പാടില്ല. ഓക്കെ, സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് മതി. ഇത്രയും കൊണ്ട് നമുക്കൊരു അടിപൊളി മയണൈസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. മയണൈസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു മുട്ട എന്നുള്ളത് ഇവിടെ എൻ്റെ വീട്ടിൽ ആൾ കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു മുട്ട എടുത്തത്. ഇല്ലെങ്കിൽ ഒരു രണ്ട് മുട്ടയിൽ ഒരു മുട്ട ഫുള്ളും രണ്ടാമത്തെ മുട്ട അതിൻ്റെ വൈറ്റ് മാത്രം എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് 2 വെളുത്തുള്ളിയുടെ അല്ലി, 2 അല്ലി മതി. അതും വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമുള്ളവർ 2 ഇട്ടാൽ മതി. ഇതിപ്പോൾ ഇവിടെ എല്ലാവർക്കും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 2 അല്ലി ഇട്ടതാണ്. ഇല്ല, ഇതിനകത്ത് ഒരു വെളുത്തുള്ളിയുടെ അല്ലി ഇട്ടാൽ മതി, 1 അല്ലി മതി. ഓക്കെ, ഇനി ഒരു പിഞ്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ഒരു പിഞ്ച് ഇട്ടാൽ മതി. അതും എരിവിൻ്റെ ടേസ്റ്റും കൂടി മയണൈസിൽ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പെപ്പർ പൗഡറിൻ്റെ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വിട്ടയക്കാൻ അത് ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം നല്ലതുപോലെ. പക്ഷെ അതിന് ആദ്യം നമ്മുടെ മിക്സിയിലൊക്കെ ബാക്ക് ബട്ടണോ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ഓപ്ഷനോ ഉള്ള ആ സ്വിച്ചിൽ വേണം പ്രസ് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ സ്പീഡ് അതല്ല പ്രസ് ചെയ്യേണ്ടത്. സ്പീഡ് 1 2 3 എന്നുള്ള ആ സ്പീഡിലല്ല ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ഗ്രൈൻഡിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ബട്ടണോ വേണം പ്രസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അടിച്ചെടുക്കാം. ഇനി ആ ബാക്ക് ബട്ടൺ കൊടുത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഒന്ന് പതിഞ്ഞ് വരും. ഇനി നമുക്ക് വേണ്ടത് അടുത്ത് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിക്കുക എന്നതാണ്. അതിന് മണമില്ലാത്ത നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കാൻ നോക്കണം. മണമില്ലാത്ത ഓയിൽ തന്നെ ആയിരിക്കണം. സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തവർ കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത്. അതുപോലെ മണമില്ലാത്ത വേറെ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അതൊഴിക്കുക. മണമില്ലാത്ത ഓയിൽ തന്നെ ഒഴിക്കാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഇന്നിവിടെ 3 ടീസ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. മൊത്തം ഞാൻ 12 ടീസ്പൂൺ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 3 ടീസ്പൂൺ ഒഴിച്ചു, ഒന്ന് പതിഞ്ഞു വന്നു. ഇനി നമുക്ക് വീണ്ടും രണ്ടാമത്തെ 3 ടീസ്പൂൺ ഒഴിക്കാം. വീണ്ടും ഇത് ഗ്രൈൻഡിങ് ഓപ്ഷൻ അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ തന്നെ ചെയ്യണം. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പം മൊത്തം 3 ആയി. ഇനി നമുക്ക് സ്പീഡിലേക്ക് പോവാം. അതിൽ 1 2 3 എന്നുള്ളതിൽ 3 എന്നുള്ള ഓപ്ഷനിൽ ഹൈ സ്പീഡ്, അങ്ങനെ അത് കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം ഒരുവിധം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ എണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് അവസാനമായിട്ട് അടിച്ചെടുക്കാം. കുറച്ചും കൂടി നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടി അടിക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിക്ക് കുറുകി വരും. ഇവിടെ എനിക്ക് കുറച്ചൊന്ന് ലൂസിന് വേണം, അതുകൊണ്ടാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ലൂസാക്കി ഒരു ചെറിയ ലൂസിനാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും കണ്ടോ ഒന്ന് ചെറിയ രീതിക്ക് കുറുകിയുണ്ട്. ആ ഒരു പരുവം മതി എനിക്കിപ്പോൾ. ഇവിടെ കുറച്ചും കൂടി കട്ടി വേണമെങ്കിൽ ഒന്നും കൂടി നല്ലതുപോലെ അടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് ഒഴിക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മയണൈസാണ്. എന്ത് ടേസ്റ്റ്